ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. 1 കപ്പോ 2 കപ്പോ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒരുമിച്ചെടുത്ത് ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിതിലേക്ക് ഒരല്പം എണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തണുത്ത് കിട്ടും. ആ സമയം നമുക്കത് കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി സോഫ്റ്റാക്കി എടുക്കണം. അപ്പം ആദ്യമേ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളിത് തണുത്തതിന് ശേഷമാണ് വീണ്ടും കുഴയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പം നമുക്കിതൊന്ന് നല്ല സോഫ്റ്റാക്കി എടുക്കാം. അവിടെ കൗണ്ടർ ടോപ്പിലിട്ടോ പാത്രത്തിൽ വെച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവറിലൊന്ന് പൊതിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ചൂടുവെള്ളം ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ എടുക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് പച്ച ഉരുളക്കിഴങ്ങാണ്, വേവിക്കാത്തതാണ്. ഇതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഗ്രേറ്റർ, ഒരുപാട് തീരെ ചെറുതായിട്ട് എടുക്കരുത് കേട്ടോ. അല്പം വലിയ രീതിയിൽ വേണം ഇത് എടുക്കാനായിട്ട്. ഇതിന് വേവിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തീരെ ചെറുതായിട്ട് എടുക്കരുത്. അപ്പോൾ ഇത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലതായിട്ട് സ്റ്റാർച്ച് ഉണ്ട്, നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ ഒരു 2-3 തവണയായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്, ഉറപ്പായിട്ടും അതൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അത് കഴുകിയെടുത്തത് ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളം വെച്ചിരുന്ന അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ആ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ചേരുവകൾ കൂടി എടുക്കാം. ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നീളത്തിലല്ല കട്ട് ചെയ്തെടുക്കുന്നത്, സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാളയും അതുപോലെ ബാക്കിയുള്ള ചേരുവകളും ഒക്കെ കൂടുതലായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വേറെ ഒരുപാട് പൊടികളൊന്നും ചേർത്തിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, സവാള ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ച് തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ സവാള ഒന്ന് ഈ ഒരു കളറൊന്ന് മാറി വരണം, ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം. അത്രയും സമയം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്നൊന്ന് ബ്രൗൺ കളറാക്കി എടുത്താൽ മതിയാകും കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി ഇത് ഞാൻ വീണ്ടും അരിപ്പയിലേക്ക് മാറ്റി ഇതിൻ്റെ വെള്ളം മൊത്തം കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളം കളയാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് വറ്റിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുക. വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അതൊന്ന് വറ്റിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയില ചേർക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളതെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക്
കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് എടുക്കാം. മാവ് ഈ ഒരു ടൈമിൽ നല്ലതായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓരോ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഓരോ ബോളായിട്ട് അതിൽ നിന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൈക്കുള്ളിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി അഥവാ ഈ ഒരു ടൈമിൽ ഗോതമ്പ് പൊടി ഇത് മാവ് കുറച്ചൊന്ന് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഗോതമ്പ് പൊടി ഇട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് അല്പം പൊടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് അതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം എല്ലാം പരത്തിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് വലിപ്പത്തിൽ പരത്തേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് പൂരിയുടെ ഷേപ്പിൽ അത്രയും മതിയെങ്കിൽ അതനുസരിച്ച് പരത്തിയിട്ട് അതൊന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്, ചപ്പാത്തിയെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫുള്ള് റൗണ്ടിൽ വെക്കരുത് കേട്ടോ, കാരണം ഇനി ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരല്പം നിങ്ങൾക്ക് എത്ര വട്ടത്തിൽ വേണോ അതനുസരിച്ച് ഇത് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ചപ്പാത്തി കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പരത്തുന്ന ചപ്പാത്തി ഒരല്പം കട്ടിയായിട്ട് വേണം പരത്താനായിട്ട്. തീരെ നൈസായി പോകരുത്. നൈസായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫില്ലിങ് പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം കട്ടിയിൽ, സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാളും ഒരല്പം കൂടെ കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്കി ഒന്നതെല്ലാം മാറ്റാം. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതിയാകും കേട്ടോ, ഇത്രയും ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഓയിലൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ തവയിലിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടും ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഓയിലില്ലാതെയും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാകും. ഇതാകുമ്പോൾ വേറെ കറികളൊന്നും വേണ്ട, ടിഫിനിൽ കൊടുത്തു വിടാനും എളുപ്പമായിരിക്കും, അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. കറികളൊന്നും എടുക്കാതെ ഇതിനുള്ളിൽ എല്ലാ സ്റ്റഫിങ്ങും ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്കതിൽ കുറച്ച് ചീസോ എന്തെങ്കിലുമൊക്കെ ഗ്രേറ്റ് ചെയ്തിടണമെങ്കിൽ, പനീറൊക്കെ ഗ്രേറ്റ് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.